ദിലീപിന്റെ ബോക്സ് ഓഫീസിലേക്കുള്ള വൻ തിരിച്ചുവരവാകുമെന്ന് കരുതിയ ചിത്രമായിരുന്നു ബാന്ദ്ര. എന്നാൽ ചിത്രം വിജയം കണ്ടില്ല. ബോളിവുഡ് നടി തമന്നയായിരുന്നു ചിത്രത്തിലെ നായിക. രാംലീലയ്ക്ക് ശേഷം ദിലീപിനെ നായകനാക്കി അരുൺ ഗോപിയായിരുന്നു ചിത്രം ഒരുക്കിയത്. ബാന്ദ്ര മൂലം തനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിർമ്മാതാവായ അജിത് വിനായക. 12 കോടി ബജറ്റിൽ ആരംഭിച്ച സിനിമയുടെ ബജറ്റ് 35 കോടിയിലെത്തിയെന്നും എന്നാൽ തിരിച്ചു കിട്ടിയത് വെറും 3 കോടി മാത്രമാണെന്നും അജിത് വിനായക പറയുന്നു. സിനിമ തന്നെ വിട്ടാലോ എന്ന് വരെ ചിന്തിച്ചിരുന്നുവെന്നും അജിത് വിനായക പറയുന്നു. തന്റെ പുതിയ ചിത്രം ഹരിഹരാസനത്തിന്റെ പൂജാ ചടങ്ങിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വാക്കുകൾ ഇങ്ങനെ: അരുൺ ഗോപി സംവിധാനം ചെയ്ത ബാന്ദ്ര അരുൺ ഗോപി എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഡോക്ടർ അമ്പാടിയാണ്. അദ്ദേഹം പരിചയപ്പെടുത്തി തന്ന സമയത്ത് എന്നോട് പറഞ്ഞത് 12 കോടി ബജറ്റിലാണ് സിനിമയെന്നാണ്. പിന്നീട് അദ്ദേഹത്തെ മാറ്റി 17 കോടി ബജറ്റുള്ള സിനിമയായി. ഏത് സിനിമയാണെങ്കിലും 2 കോടിയുടെ അപ്പുറത്ത് പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി ഉണ്ടാകും. 17 കോടി കടന്നപ്പോൾ ഞാൻ ഷൂട്ട് കാണാൻ പോയി. ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല, എനിക്ക് പറ്റത്തില്ല, എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല എന്ന് ഞാൻ പറഞ്ഞു. അജിത്തേട്ടൻ ഒരു കാരണവശാലും പേടിക്കണ്ട, 21 കോടിക്ക് ഈ പടം തീർത്തിരിക്കും എന്ന് എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നു. പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. 21 കോടിയായിട്ടും സിനിമ തീർന്നില്ല. വീണ്ടും സംവിധായകനായിട്ട് ഇരുന്നു. ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാകും എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നന്നായി സിനിമ പോകുന്നുണ്ടെന്നും ബജറ്റ് 24 കോടി നിൽക്കുമെന്നും പറഞ്ഞു. പക്ഷേ 24 കോടി നിന്നില്ല. സിനിമ തീരുമ്പോൾ ഏകദേശം 35 കോടിയായി. ആ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയതാവട്ടെ 3 കോടിയിൽ താഴെ മാത്രം. അത്രയും പൈസ നഷ്ടമായി. നിർമ്മാതാവായ ഞാൻ ഒറ്റപ്പെട്ടു. സിനിമ വേണ്ട എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതാണ്. മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. പൈസ വാങ്ങുമ്പോൾ വേറൊരു മുഖമാണ്. ബാന്ദ്രയുടെ കാര്യം പറയണം എന്ന് കരുതി പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ 1000 രൂപ പോയാലും അവൻ എങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണ്. എനിക്ക് നഷ്ടം 30 കോടിയിലധികമാണ്. ആ സിനിമ ഇതുവരെ വിറ്റുപോയിട്ടില്ല. സംവിധായകൻ വീണ്ടും സിനിമ ചെയ്യുന്നുണ്ട്. അതാണ് മലയാള സിനിമ. 2 3 നിർമ്മാതാക്കൾ തൊലഞ്ഞാലും അവരെക്കൊണ്ട് സിനിമയെടുക്കാൻ വീണ്ടും നിർമ്മാതാക്കൾ വരും. അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകും. എല്ലാം കഴിയുമ്പോൾ കരയാൻ മാത്രമേ നമുക്ക് കാണൂ. കരയാത്ത ദിവസങ്ങൾ ചുരുക്കമാണ്.